നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ സകല മുസ്ലിം രാജ്യങ്ങൾക്കും അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുള്ളതാണ്. കാരണം ഒന്നാം ട്രംപ് ഭരണകൂടം 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് യാത്രാ നിരോധനം പുറപ്പെടുവിച്ചിരുന്നു. ഇറാൻ, ഇറാഖ്, ലിബിയ, സൊമാലിയ, സുഡാൻ, സിറിയ, യമൻ എന്നിവയായിരുന്നു ഈ രാജ്യങ്ങൾ. ഈ നിരോധനം US-ലുടനീളം നിയമ പോരാട്ടങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമെല്ലാം കാരണമായിരുന്നു. നിരോധനത്തിന്റെ ആദ്യകാല പതിപ്പുകൾ ഫെഡറൽ കോടതികൾ തടയുകയും ചെയ്തിരുന്നു. പക്ഷേ 2018-ൽ സുപ്രീം കോടതി പരിഷ്കരിച്ച യാത്രാ നിരോധന പതിപ്പ് ശരിവയ്ക്കുകയായിരുന്നു. അമേരിക്കയുടെ മണ്ണിലേക്ക് അമേരിക്കയെ വെറുക്കുകയും തകർക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവർ ഒന്നും തന്നെ ഇനി കാല് കുത്തണ്ട എന്ന് തന്നെയാണ് ട്രംപിന്റെ ഒരു നിലപാട്. 8 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവേശനം നിയന്ത്രിക്കാനായിരുന്നു കോടതി അനുവാദം നൽകിയിരുന്നത്. ഇതിൽ 6 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്നു അന്ന്. എന്നാൽ അധികാരമേറ്റയുടൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ യാത്രാ വിലക്കുകളെല്ലാം പിൻവലിക്കുകയായിരുന്നു. വിവേചനപരം, അമേരിക്കൻ മൂല്യങ്ങൾക്ക് വിരുദ്ധം എന്നൊക്കെയായിരുന്നു വിലക്കിനെ ബൈഡൻ വിശേഷിപ്പിച്ചത്. ദേശീയ മനസാക്ഷിക്ക് മേലുള്ള കളങ്കമെന്നും അന്ന് ബൈഡൻ പറഞ്ഞിരുന്നു. ഇക്കുറി ജനുവരി 20 അധികാരമേറ്റെടുത്തപ്പോൾ തന്നെ വിസ നിയന്ത്രണം മുഖ്യ അജണ്ടയായി തന്നെ ട്രംപ് ഏറ്റെടുത്തിരുന്നു. ദേശീയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതിനായി US-ലേക്ക് പ്രവേശനം തേടുന്ന ഏതൊരു വിദേശിയുടെയും സുരക്ഷാ പരിശോധന ശക്തമാക്കണമെന്നാണ് ജനുവരി 20 ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഈ നടപടിയുടെ ഭാഗമായാണ് US പുതിയ യാത്രാ വിലക്കുകൾ പ്രഖ്യാപിക്കുന്നതും. 2 മാസത്തിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് തരാനാണ് തൻ്റെ മന്ത്രിമാരോട് ട്രംപ് ആവശ്യപ്പെട്ടത്. ഇന്നലെ ട്രംപ് ഈ ലിസ്റ്റ് പുറത്തുവിട്ടു. ഇത്തവണ കുറച്ച് വിപുലമായ ലിസ്റ്റ് തന്നെയാണ് ട്രംപ് പുറത്തുവിട്ടിരിക്കുന്നതും. 43ഓളം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനം തടയുകയോ കർശനമായി നിയന്ത്രിക്കുകയോ ചെയ്യുന്നതാണ് ഈ യാത്രാവിലക്ക്. നയതന്ത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അവലോകനത്തിൽ തന്നെയാണ് വിലക്കേണ്ട രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ക്ഷീണം പറ്റിയിട്ടുള്ളത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാൻ എന്നും അമേരിക്കയുടെ ഒരു ഗുഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന രാജ്യമാണ്. അമേരിക്കയുടെ സുരക്ഷയെ മുൻനിർത്തി മുസ്ലിം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ട്രംപ് നേരത്തെ പൊടിതട്ടിയെടുത്തിരുന്നതാണ്. പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും പൗരർക്ക് US-ലേക്കുള്ള യാത്രാ വിലക്ക് ഏർപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സുരക്ഷയും അപകട സാധ്യതകളും കണക്കിലെടുത്ത് US പ്രസിഡന്റ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കും യാത്രാ നിരോധനം ഏർപ്പെടുത്താൻ പദ്ധതിയിടുന്നു എന്നത് ഏറെക്കുറെ നടപ്പിലാക്കിയ വസ്തുതയായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. US-ന് വേണ്ടി ജോലി ചെയ്തതിന്റെ പേരിൽ താലിബാൻ ദ്രോഹിക്കുമെന്ന് ഭയന്ന് നാടുവിട്ട് വിവിധയിടങ്ങളിൽ കഴിയുന്ന 10,000-കണക്കിന് അഫ്ഗാൻകാരെ ഈ വിലക്ക് കാര്യമായി തന്നെ ബാധിക്കും. US-ലേക്ക് കുടിയേറാൻ അനുമതി ലഭിച്ചിരിക്കുന്നവരും ഇതിലുണ്ട്. ഷഹബാസ് ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അടുത്ത 60 ദിവസത്തിനുള്ളിൽ പോരായ്മകളെല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ പാകിസ്ഥാനും അമേരിക്കയുടെ പടിക്ക് പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും. രാജ്യങ്ങളെ 3 വിഭാഗങ്ങളായിട്ടാണ് ട്രംപ് തരംതിരിച്ചിരിക്കുന്നത്. ഇങ്ങനെ തരംതിരിച്ചാണ് പൗരന്മാർക്ക് വിസ വിലക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. റെഡ്, ഓറഞ്ച്, യെല്ലോ ലിസ്റ്റുകളായാണ് രാജ്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. റെഡ്, ഓറഞ്ച്, യെല്ലോ എന്നിങ്ങനെ 3 ലിസ്റ്റാണ് ഉണ്ടായിരിക്കുക. ഈ രാജ്യങ്ങളിലുള്ളവർക്ക് വിസ അനുവദിക്കുന്നത് ദേശസുരക്ഷയെ ബാധിക്കും എന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ക്യൂബ, ഇറാൻ, ലിബിയ, ഉത്തര കൊറിയ, സൊമാലിയ, സുഡാൻ, സിറിയ, വെനിസ്വേല, യമൻ ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും വിലക്കും. ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അടക്കം ആർക്കും തന്നെ അമേരിക്കയിലേക്ക് ഒരിക്കലും പ്രവേശനം ഉണ്ടായിരിക്കില്ല. ബെലാറസ്, എറിത്രിയ, ഹെയ്ത്തി, ലാവോസ്, മ്യാൻമാർ, പാകിസ്ഥാൻ, റഷ്യ, സിയറ ലിയോൺ, ദക്ഷിണ സുഡാൻ, തുർക്ക്മെനിസ്ഥാൻ തുടങ്ങി 10 രാജ്യങ്ങളെയാണ് ഓറഞ്ച് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 10 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ നിയന്ത്രണമുണ്ടാകും. പക്ഷെ പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവേശനം പൂർണ്ണമായും നിർത്തലാക്കില്ല എന്ന് പറയുന്നു. ഇതാണ് പാകിസ്ഥാനും ഉൾപ്പെടുന്ന ലിസ്റ്റ്. സമ്പന്നരായ ബിസിനസ്സുകാർക്ക് പ്രവേശനം അനുവദിച്ചേക്കാം.
പക്ഷേ കുടിയേറ്റക്കാർക്കോ വിനോദസഞ്ചാരികൾക്കോ വിസ അനുവദിക്കില്ല. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള വിസയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇനി വിദ്യാഭ്യാസ വിസയിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി അമേരിക്കയിലേക്ക് ആർക്കും പോകാൻ പറ്റില്ല. വിസ ലഭിക്കുന്നതിന് ഈ പട്ടികയിലുള്ള രാജ്യങ്ങളിലെ പൗരന്മാർ നിർബന്ധിത അഭിമുഖങ്ങളിൽ വിജയിക്കേണ്ടതുണ്ട്. അതേസമയം ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പന്നരായ ബിസിനസ്സുകാർക്ക് യാത്രാനുമതി ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനിയുള്ളത് യെല്ലോ ലിസ്റ്റാണ്. യെല്ലോ ലിസ്റ്റിൽ 26 രാജ്യങ്ങളുണ്ട്. ആന്റിഗ്വ ആൻഡ് ബാർബുഡ, ബെനിൻ, ബുർക്കീന ഫാസോ, കാമറൂൺ, കേപ്പ് വെർഡെ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഡൊമിനിക്ക, ഇക്വറ്റോറിയൽ ഗിനിയ, ഗാംബിയ, ലൈബീരിയ, മലാവി, മാലി, മൗറിറ്റാനിയ, സെന്റ് കിറ്റ്സ് ആൻഡ് നെവീസ്, സെന്റ് ലൂസിയ, സാവോ ടോം ആൻഡ് പ്രിൻസിപ്പെ, വാനുവാട്ടു, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ് ഇവയെല്ലാം. സുരക്ഷ സംബന്ധിച്ച പോരായ്മകൾ അതത് സർക്കാരുകൾ 60 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയില്ല എങ്കിൽ ഈ രാജ്യത്തു നിന്നുള്ള പൗരന്മാർക്കും യാത്രാവിലക്ക് ഏർപ്പെടുത്തും. ഈ പട്ടികയിലുള്ള രാജ്യങ്ങളെ റെഡ്, ഓറഞ്ച് കാറ്റഗറിയിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതോടെ പൂർണ്ണമായോ ഭാഗികമായോ യാത്രാവിലക്ക് ഇവർക്കും നേരിടേണ്ടി വന്നേക്കാം. US-ലേക്ക് യാത്ര ചെയ്യുന്നവരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ പരാജയപ്പെടുകയോ പാസ്പോർട്ടുകൾ അനുവദിക്കുന്നതിലെ സുരക്ഷാ വീഴ്ചകളോ നിരോധിത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പൗരത്വം നൽകുക തുടങ്ങിയ കാര്യങ്ങളിലെ പോരായ്മകൾ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കുള്ള ഭീഷണി കണക്കിലെടുത്താണ് ഈ രാജ്യങ്ങൾക്കെതിരായ നടപടികൾ എന്നാണ് US വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ 3 വിഭാഗങ്ങളുടെയും പട്ടിക വൈകാതെ തന്നെ US ക്യാബിനറ്റ് അംഗീകരിച്ച ശേഷം നടപ്പിലാക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.